നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നവഗ്രഹങ്ങളിലെ ശുഭഗ്രഹങ്ങളിൽ പ്രധാനിയായ ശുക്രൻ രാശി മാറാൻ പോവുകയാണ്. 2025 ജൂലൈ 26 ഇടവൻ രാശിയിൽ നിന്ന് മിഥുനത്തിലേക്കാണ് സ്ഥാനം മാറാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. കുറേ നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ ഈ രാശിമാറ്റവും മിഥുനത്തിലേക്ക് ചെല്ലുമ്പോൾ വ്യാഴവുമായിട്ട് ചെയ്യുന്ന യോഗവും കൊണ്ട് വലിയ ഗുണഫലങ്ങൾ സിദ്ധിക്കുന്ന നക്ഷത്രങ്ങളെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ശുക്രൻ്റെ ഈ രാശിമാറ്റം അത്ര ഗുണകരമല്ലാതെ വരുന്ന ചില നക്ഷത്രക്കാരും ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു നക്ഷത്രത്തിൻ്റെ താൽക്കാലിക ഫലം പറയുമ്പോൾ ഒരു ഗ്രഹത്തിനെ മാത്രം വെച്ച് പറഞ്ഞാൽ അത് ശരിയാകണമെന്നില്ല, അനുഭവവുമായിട്ട് ഒത്തുപോകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് മാറ്റം വരുന്ന മറ്റ് ഗ്രഹങ്ങളുടെ അവസ്ഥകൾ കൂടെ ചേർത്ത് ഫലം പറയാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സൂര്യാദി നവഗ്രഹങ്ങളുടെ പൊസിഷൻ വെച്ച് തന്നെയാണ് ഫലം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ശുക്രൻ രാശി മാറുന്ന ഈ സമയത്ത് ഏകദേശം ഓഗസ്റ്റ് 21 വരെയാണ് ശുക്രൻ മിഥുനൻ രാശിയിൽ കൂടെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഏതെല്ലാം നക്ഷത്രക്കാരാണ് അല്പം ശ്രദ്ധ പുലർത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർക്ക് ഒരല്പം പ്രയാസം ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ശുക്രൻ്റെ മാത്രം പൊസിഷൻ വെച്ചല്ല ഈ സ്ഥാനം ഈ ഫലം കണക്കാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം സൂചിപ്പിച്ചത്. പിന്നെ ശുക്രൻ്റെ കാരകത്വം പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. സുഖവും സന്തോഷവും ദാമ്പത്യ ജീവിതത്തിലെ മംഗളകരമായ കാര്യങ്ങൾ, ഒരു പരിധിവരെ സന്താനയോഗത്തിനും കാരകനാകുന്നുണ്ട്. പ്രണയ ബന്ധങ്ങളുടെയൊക്കെ കാരകനാണ്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും ആഡംബര വസ്തുക്കളുടെയും വാഹനത്തിൻ്റെയൊക്കെ കാരകനാണ് ശുക്രൻ. അതുപോലെ തന്നെ നല്ല മനോഹരമായ വീട്, സുഗന്ധമുള്ള പുഷ്പങ്ങൾ, ഗാർഡൻ, പൂന്തോട്ടങ്ങൾ, ഇതിനെയൊക്കെ ശുക്രൻ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ ശുക്രൻ ശുഭഗ്രഹമായ വ്യാഴത്തോട് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി. അപ്പോൾ ആ വ്യാഴത്തോട് ശുക്രൻ ചേരുമ്പോൾ ആ ഒരു രാശി മാത്രം വെച്ച്, അല്ലെ ആ രണ്ട് ഗ്രഹങ്ങളെ മാത്രം വെച്ച് നോക്കുമ്പോൾ കുറേ പേർക്ക് ശുഭഫലം കിട്ടുമെങ്കിലും പലർക്കും ഇപ്പോൾ ഈ ശനി മാറ്റവും വ്യാഴമാറ്റവും ദോഷകരമായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ആ രാശിക്കാർ, അതുപോലെ തന്നെ സൂര്യൻ കർക്കിടകത്തിലേക്ക് മാറിയപ്പോഴുള്ള ആ ഫലങ്ങൾ, ഇതൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഫലമാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. രാഹു കുംഭൻ രാശിയിലാണ്, കേതു ചിങ്ങൻ രാശിയിലാണ്. ബുധൻ കർക്കിടകൻ രാശിയിലാണ് ഉള്ളത്. ബുധനൊരു മൗഢ്യമുണ്ട്, അത് ആഗസ്റ്റ് 10 ആകുമ്പോഴത്തേക്കും തീരും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം അശ്വതി നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. ഈ അശ്വതി നക്ഷത്രം മേടൻ രാശിയിൽ ആണ് വരുന്നത്, മേടക്കൂറിലാണ് വരുന്നത്. അവർക്ക് സൂര്യൻ 4-ാമത്തെ 5-ാമത്തെ ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് പ്രവർത്തന രംഗത്ത് അല്പം വെല്ലുവിളികൾ ഉണ്ടാകാം. അവരെ സംബന്ധിച്ച് 3-ലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. 3-ൽ ശുക്രൻ എന്ന് പറയുന്നത് ഗുണകരമായിട്ട് തോന്നുമെങ്കിലും ഏതാണ് ഫലം നമ്മുടെ പ്രമാണപ്രകാരം ഗുണകരമാണെങ്കിലും വ്യാഴം 3-ൽ സഞ്ചരിക്കുന്നത് ദോഷകരമാണ്. അപ്പം ശുക്രനും വ്യാഴവും തമ്മിലുള്ള യോഗം അവർക്കത്ര ഗുണം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് ഏഴരശനിയുടെ ദോഷമാണ്. അപ്പോൾ ഏഴരശനിയിൽ തന്നെ ശനി വക്രത്തിലാണ്. ആ വക്രത്തിൽ ഇപ്പോൾ ഒരല്പം ദോഷം കുറഞ്ഞു നിൽക്കുകയാണെങ്കിലും അവർക്ക് പൂർണ്ണമായിട്ടൊരു സമൃദ്ധിയിലേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. കുറച്ച് കാലം ശനിയുടെ ആ ദോഷമൊന്നും മാറി നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ, ഒരു 4 മാസം. പക്ഷേ വ്യാഴം 3-ലായതുകൊണ്ട് ധനപരമായ അനുഗ്രഹങ്ങളും എത്താനായിട്ട് പ്രയാസമാണ്. കാര്യസാധ്യത്തിന് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. ചൊവ്വ 6-ൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ചില ഗുണങ്ങളുണ്ട് അവർക്ക്. ചൊവ്വ 6-ൽ സഞ്ചരിക്കുന്നതിൻ്റെ ഗുണങ്ങൾ കിട്ടും. 6-ാം ഭാവത്തിൽ ശത്രുഭാവമാണ്. ശത്രുക്കളൊക്കെ ഒന്ന് അടങ്ങി നിൽക്കും. എതിർപ്പുകളെ തോൽപ്പിക്കാനായിട്ട് സാധിക്കും. സാങ്കേതിക ജ്ഞാനമൊക്കെ ലഭിക്കുന്ന കാലമാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കിടമത്സരങ്ങൾക്ക് ഇരയാകേണ്ടി വരും. തമ്മിലുള്ള പരസ്പര മത്സരങ്ങൾ പലതും ഉണ്ടാകും. ചില ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ സഹകരിക്കും. എന്നാൽ എല്ലാവരിൽ നിന്നും അതേ അനുഭവം ഉണ്ടാകണമെന്നില്ല. ധനാഗമം അത്ര സുഗമമല്ല.
ആകസ്മികമായ യാത്രകൾ ചെയ്യേണ്ടി വരും. പല കാര്യങ്ങളിലും തടസ്സങ്ങളും ഉണ്ടാകാം. അപ്പോൾ ശുക്രൻ 3-ലായതുകൊണ്ട് മാത്രം ഗുണകരമല്ല എന്നാണ് പറഞ്ഞു വന്നത്. അങ്ങനെയുള്ള നക്ഷത്രക്കാരെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അടുത്ത ഭരണി നക്ഷത്രമാണ്. മേടക്കൂറിൽ വരുന്ന ഭരണി നക്ഷത്രക്കാർക്കും ഇതുപോലെയൊക്കെ തന്നെയാണ്. കാര്യനിർവഹണത്തിൽ പല തടസ്സങ്ങളും വന്നേക്കാം. കൂടുതൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണ്. നമ്മുടെ ചുമതലകൾ നേരിട്ട് ചെയ്യുന്നതാണ് നല്ലത്. എത്ര വിശ്വസ്തരാണെങ്കിലും നമ്മുടെ ചുമതലകൾ മറ്റൊരാളിനെ ഏൽപ്പിക്കുന്നത് അത്ര ബുദ്ധിപൂർവ്വമല്ല. ധനലാഭം കാര്യമായിട്ട് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ആവശ്യത്തിനനുസരിച്ചുള്ള ധനം കിട്ടും എന്നേ പറയാൻ കഴിയുള്ളൂ. ചെലവ് വർദ്ധിക്കുകയും ചെയ്യും. സർക്കാരുമായിട്ടുള്ള കാര്യങ്ങളിൽ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടേണ്ട സർട്ടിഫിക്കറ്റുകൾ, രേഖകൾ, അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ, ഇതിലൊക്കെ കാലതാമസം ഉണ്ടാകാം. പലരും നമ്മുടെ ഔദാര്യ മനോഭാവം ചൂഷണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മക്കൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു പ്രയാസം മനസ്സിൽ ഉണ്ടാകാം. ഈ ദാമ്പത്യത്തിൽ പല വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നത് കൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹത്തിന് സാധ്യത ഉണ്ട്. കലാകാരന്മാർക്ക് വലിയ കുഴപ്പമില്ല. ദീർഘയാത്രകൾ നടത്തേണ്ടി വരും. ശാരീരികമായ ക്ഷീണവും അനുഭവപ്പെടാം. വീട് വാങ്ങിക്കാനോ വസ്തു വാങ്ങിക്കാനോ ഒക്കെയുള്ള തീരുമാനം ഒന്ന് മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. രോഗത്തിന് ചികിത്സിക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. കാരണം ശനി 12-ാം ഭാവത്തിൽ നിന്ന് ശനി ഒന്ന് വക്രത്തിലേക്ക് പോയതുകൊണ്ട് ഈ സമയത്ത് കുറച്ച് ആശ്വാസം രോഗികൾക്ക് അനുഭവപ്പെടും. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പോൾ കാർത്തികയുടെ ആദ്യ പാദമാണ് മേടക്കൂറിൽ വരുന്നത്. പല തരത്തിലുള്ള ചാഞ്ചല്യം മനസ്സിനെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം. പക്ഷേ അതേ സമയത്ത് കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും. പക്ഷേ നമുക്കെപ്പോഴും ഒരു മനസ്സിനൊരു കൺഫ്യൂഷൻ, ഒരു ചഞ്ചലത്വം ഉണ്ടായിരിക്കും. ഇത് ഇങ്ങനെ ചെയ്താൽ ശരിയാകുമോ എന്നുള്ളൊരു മനോഭാവം ഉണ്ടാകും. സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ബന്ധുക്കൾ സഹായിക്കുന്നതാണ്. എന്നാൽ ധനപരമായിട്ട് വലിയൊരു ഗുണം കാർത്തിക ആദ്യപാദക്കാർക്ക് കിട്ടാനായിട്ട് പ്രയാസമാണ്. എങ്കിലും ശനി വക്രത്തിലേക്ക് പോയിരിക്കുന്നത് കൊണ്ട് യാത്രകളിലൊക്കെ വിജയമുണ്ടാകാനും, അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ, ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ പ്രാദേശികമായ യോഗങ്ങളിലൊക്കെ ഒരു നേതൃസ്ഥാനം കിട്ടാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ ഈ മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർ ചൊവ്വ പ്രീതികരങ്ങളായ വഴിപാടുകളും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഭദ്രകാളി ദേവിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും കൃത്യമായിട്ട് വഴിപാട് ചെയ്യണം. പിന്നെ 7.5 ശനി കാലമാണ്. ഇപ്പോൾ ശനി പുറകോട്ട് പോയെങ്കിലും പൂർണ്ണമായിട്ട് ശനിയുടെ ദോഷം ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് തന്നെ ശാസ്താവിന് നീരാഞ്ജനവും നെയ്വിളക്കും ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ ദാമ്പത്യത്തിലെ അലോസരങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശിവപാർവതി ക്ഷേത്രത്തിൽ അർച്ചന ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ഇനി നമുക്ക് മിഥുന കൂറിൻ്റെ ഫലം നോക്കാം. അവിടെയും നമുക്ക് പെട്ടെന്നൊന്നും ഒരു കൺഫ്യൂഷൻ തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ശുക്രനും വ്യാഴവും കൂടെ യോഗം ചെയ്ത് നിൽക്കുന്നത് മിഥുനക്കൂറിലാണ്. അപ്പോൾ ന്യായമായിട്ടും നമ്മുടെ ഫലദീപിക പ്രമാണം അനുസരിച്ച് ശുക്രൻ ജന്മക്കൂറിൽ സഞ്ചരിക്കുന്നത് ഗുണകരമാണ്. പക്ഷേ മറിച്ച് നോക്കി, ദൈവാധീനത്തിൻ്റെ ഗ്രഹമായ വ്യാഴം ജന്മക്കൂറിൽ സഞ്ചരിക്കുന്നത് വളരെ ദോഷകരവുമാണ്. അപ്പോൾ അവർക്ക് 4-ൽ ചൊവ്വ, ജന്മവ്യാഴം, 9-ൽ രാഹു, ശനി കർമ്മഭാവത്തിൽ വക്രത്തിൽ നിൽക്കുന്നു. ഇതാണ് പിന്നെ ഇവരുടെ മിഥുനക്കൂറുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഈ മകയിരം 2-ാം പകുതിയുടെ ഫലം നമുക്ക് ആദ്യം നോക്കാം. മിഥുനക്കൂറി വരുന്ന മകയിരത്തിൻ്റെ 2-ാമത്തെ പകുതിയിൽ ജനിച്ച ആളുകൾക്ക് അതിൽ ജോലിക്കാർക്കൊക്കെ ആണെങ്കിൽ ജോലിഭാരം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത് കുറച്ച് കാലത്തേക്ക്. അതുപോലെ തന്നെ നമ്മുടെ ശമ്പള വർധനമൊക്കെ അല്പകാലത്തേക്ക് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ പ്രൊമോഷനാണെങ്കിലും നമുക്കൊരു ഇൻക്രിമെൻറ്റ് കിട്ടേണ്ടതൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഒരു മാസമൊക്കെ ഒന്ന് താമസിക്കാൻ സാധ്യതയുണ്ട്. അതിൽ നമുക്കൊരു പ്രതിഷേധവും ഉള്ളിലൊരു ദേഷ്യവുമൊക്കെ തോന്നുന്നതുമാണ്. ഒരുപക്ഷെ ചെയ്യേണ്ട സീറ്റിൽ ആളില്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും അത് താമസിക്കുന്നത്. അതുപോലെ തന്നെ പ്രണയകാര്യങ്ങളിൽ ബന്ധുക്കളുടെ ഇടപെടലുകൾ അസ്വസ്ഥത ഉണ്ടാക്കും. എന്നാൽ പ്രണയിക്കുന്നവർ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്നതുമാണ്. കുടുംബകാര്യങ്ങളിൽ പങ്കാളിക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റാതെ വരികയും അതുമൂലം കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുകയും ചെയ്യും.
ഈ അസ്വസ്ഥതകൾ ഉണ്ടാകുമെങ്കിലും സ്നേഹത്തിൽ വലിയ കുറവ് വരുന്നില്ല എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ജന്മത്തിലാണ് ശുക്രൻ, അതിൻ്റെ ഗുണം കിട്ടും, ജന്മവ്യാഴത്തിൻ്റെ ദുഃഖവും ഉണ്ടാകും. അപ്പോൾ എപ്പോഴും ഒരു തർക്കമായിരിക്കും, ആശയപരമായ തർക്കങ്ങൾ നടക്കും മനസ്സിൽ സ്നേഹമുണ്ടെങ്കിലും. പിന്നെ വായ്പകൾ അടഞ്ഞു തീർക്കാനായിട്ട് സാധിക്കും. രോഗാരിഷ്ടതകളൊന്ന് മാറി നിൽക്കും, കുറച്ചൊന്ന് ശമിക്കും. എന്നാൽ ധനപരമായിട്ട് വലിയൊരു ഭാഗ്യത്തിന് സാധ്യത കാണുന്നുമില്ല. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവർത്തന മേഖലയിൽ അല്പം ഉദാസീനതയൊക്കെ അനുഭവപ്പെടും. അവിടെ നിന്ന് പതുക്കെ പതുക്കെ കരകയറി വരാൻ സാധിക്കുകയുള്ളൂ. ജന്മവ്യാഴം ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പുതിയ ചുമതലകൾ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ ചുമതല കൂടെ നമ്മളെ ഏൽപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് വല്ലാതെ സമ്മർദ്ദം അനുഭവപ്പെടാം. ധനപരമായിട്ട് വലിയ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യത കുറവാണ്. എന്നാൽ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായ കാലമാണ്. നമ്മുടെ ഒരു സ്ട്രാറ്റജി ഒന്ന് മാറ്റുന്നത്, അതായത് നമ്മൾ വ്യാപാരം ചെയ്യുന്ന രീതി ഒന്ന് മാറ്റുന്നത് നേട്ടങ്ങൾ കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. വായ്പകളൊക്കെ ലഭിക്കും, പക്ഷേ ആ വായ്പകളെ പറ്റിയുള്ള ചിന്ത നമ്മളെ ബുദ്ധിമുട്ടിക്കും. ഏജൻസി, കമ്മീഷൻ ബിസിനസ്സുകളിലൊക്കെ ലാഭം ഉണ്ടായേക്കാം. അന്യദേശത്തേക്ക് പോകാനോ പഠിക്കാനോ ഒക്കെ സാധിക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ ബന്ധുക്കൾ പിണങ്ങി നിന്നവരൊക്കെ ഇപ്പോൾ ഇണങ്ങാൻ സാധ്യതയുള്ളൊരു കാലമാണ്. പക്ഷേ 4 ചൊവ്വ കുടുംബ ജീവിതത്തിൽ കുറച്ച് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കും. സ്ഥലം മാറ്റം വന്നേക്കാം, വീട് വിട്ടു മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പിന്നെ എങ്കിൽ പോലും ജീവിത പങ്കാളിക്ക് ചില വിശേഷാവസരങ്ങളിൽ സമ്മാനം നൽകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുണർദം ആദ്യ 3/4 ഭാഗമാണ് മിഥുനക്കൂറിൽ വരുന്നത്. അവർക്കും ജന്മവ്യാഴമാണ്. ശുക്രൻ ജന്മത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ശുക്രവ്യാഴ യോഗം ഉണ്ടാകുന്നുണ്ടെങ്കിലും അവർക്ക് കുറച്ച് സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. തൊഴിൽ സ്ഥലത്ത് കൂടുതൽ വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം. നമ്മളിലേക്ക് കൂടുതൽ ജോലികൾ അടിച്ചേൽപ്പിക്കുന്ന പോലെ നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകാം. അധികാരികൾ പല നിർദ്ദേശങ്ങളും നൽകും, അതിൽ പലതും പാലിക്കാൻ സാധിക്കാത്തവയായിരിക്കും. അതുമൂലം തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസമോ ഒക്കെ ഉണ്ടാകാം. നമ്മൾ തെറ്റ് ചൂണ്ടിക്കാണിച്ചാലും അധികാരികൾ സമ്മതിക്കുകയില്ല എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ സംഘർഷം ഉണ്ടാക്കുന്നത്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ പലതും തലവേദന സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാം. ശമ്പളം വർദ്ധിപ്പിച്ച് ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിലും അത് കിട്ടാനായിട്ട് സാധ്യതയില്ല, അതൊരു മനപ്രയാസം ഉണ്ടാകും. വാഹനം വാങ്ങാനൊന്നും അനുയോജ്യമല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പോകുന്ന തൊഴിലുകൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. സ്വതന്ത്രമായിട്ട് ചെയ്യുന്ന ബിസിനസ്സിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സ്വന്തമായിട്ട് സെൽഫ് എൻ്റർപ്രണർഷിപ്പൊക്കെ ആണെങ്കിൽ അവർക്ക് സ്വയം തൊഴിൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വൻതോതിലുള്ള ഒരു വരുമാന വർധനവിന് ഈ സമയത്ത് സാധ്യതയില്ല. അപ്പോൾ ഈ മിഥുനക്കൂറുകാർ, അതായത് മകയിരത്തിൻ്റെ 2ാമത്തെ പകുതി, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർ ജന്മവ്യാഴത്തിൻ്റേതായ ദോഷഫലങ്ങളാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ ശനി മീനത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ, വക്രത്തിലാണെങ്കിൽ പോലും അവിടെ സഞ്ചരിക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട്, ചൊവ്വ 4-ൽ സഞ്ചരിക്കുന്നതിൻ്റെ പ്രയാസങ്ങളും ഉണ്ടാകും. അപ്പം മകയിര നക്ഷത്രക്കാർ പ്രത്യേകമായിട്ട് ദുർഗാദേവിയെ പ്രാർത്ഥിക്കേണ്ടതാണ്. പിന്നെ ഈ 3 നക്ഷത്രക്കാരും നവഗ്രഹ ക്ഷേത്രത്തിൽ ചന്ദ്ര ഭഗവാന് അർച്ചന ചെയ്യുന്നത് നല്ലതാണ്. മകയിര നക്ഷത്രക്കാർ പ്രത്യേകിച്ചും, അവരുടെ ദേവതയാണ് ചന്ദ്രൻ. തിരുവാതിര, പുണർദം നക്ഷത്രക്കാർ ശിവനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക, ശിവന് കൂവളമാല സമർപ്പിക്കുക. മനസ്സിന് ഒരുപാട് സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ശിവന് ധാര നടത്തുക. പിന്നെ ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശിവപാർവതി ക്ഷേത്രത്തിൽ ശിവനും പാർവതിക്കും അർച്ചനകൾ നടത്തുക. എന്നിട്ട് അതിൻ്റെ പ്രസാദവും വാങ്ങിക്കുക. അപ്പം ഒരുപാട് ആശ്വാസം ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഉത്രം നക്ഷത്രമാണ് അടുത്തത്. ഈ ഉത്രം നക്ഷത്രം ആദ്യത്തെ പാദം ചിങ്ങക്കൂറിൽ വരുന്നതുകൊണ്ട് അവർക്ക് വലിയ ദോഷകരമായിട്ട് വരുന്നില്ല. ഉത്രത്തിൻ്റെ അവസാന 3/4 ഭാഗം എന്ന് പറയുന്നത് കന്നിക്കൂറിലാണ് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ അനുഭവമാണ് എല്ലാ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഭാവി സംബന്ധിച്ച് കുറച്ച് ടെൻഷൻ ഉണ്ടാകാം. തൊഴിൽ മാറ്റം നടത്താനായിട്ട് ശ്രമിച്ചാലും സാധിക്കണമെന്നില്ല, അല്ലെങ്കിൽ തന്നെ മാറിയാൽ തന്നെ ഗുണകരമാണമെന്നില്ല.
എന്നാലും ഒരു മാസം കഴിയുമ്പോഴത്തേക്കും സാഹചര്യം മാറുന്നതാണ്. ശുക്രൻ്റെ മാറ്റം കൊണ്ടാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത്, എങ്കിലും മറ്റ് ഗ്രഹങ്ങളെ കൂടെ നോക്കുന്നുണ്ട്. നിലവിലെ ജോലിയിൽ വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിനെ പ്രയാസപ്പെടുത്തിയേക്കാം. ധനക്ലേശം ഉണ്ടാകാം. മേലധികാരികൾ ഒരു കാര്യവുമില്ലാതെ വിരോധം ഭാവിക്കുന്ന അനുഭവം ഉണ്ടാകാം. ധനപരമായിട്ട് ചെറിയ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായിട്ടാണ് തർക്കങ്ങൾക്ക് സാധ്യത കൂടുതൽ. ഈ കേതു, ചൊവ്വ, രാഹു, ശനി തുടങ്ങിയ ഗ്രഹങ്ങളൊക്കെ വിപരീത സ്ഥിതിയിലാണ്. അതുകൊണ്ട് തന്നെ അത്ര ഗുണകരമല്ല കാലം. അപ്പം വ്യാഴവും ശുക്രനും യോഗം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പോലും അതിൻ്റേതായ ഗുണഫലങ്ങൾ കിട്ടാത്ത ഒരവസ്ഥ ഈ സമയത്ത് ഉണ്ടായേക്കാം. ബുധനും അത്ര അനുകൂലമായിട്ട് വരികയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒരു കരുതൽ വേണം. വാഹന ഉപയോഗത്തിലൊക്കെ ഒരു ശ്രദ്ധയും ഉണ്ടായിരിക്കണം. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സൂര്യനും ബുധനും 11ലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അതിൻ്റേതായ നേട്ടങ്ങൾ വരും. ശുക്രനാണെങ്കിൽ 10ാം ഭാവത്തിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ശുക്രന് ഈ 10ാം ഭാവം സ്ഥിതി അത്ര ഗുണകരമല്ല. മാത്രമല്ല വ്യാഴത്തിന് കർമ്മഭാവത്തിൽ ഉള്ള സ്ഥിതിയും ഗുണകരമല്ല. കർമ്മവ്യാഴവും ജന്മവ്യാഴവും ദോഷകരമായിട്ടാണല്ലോ അറിയപ്പെടുന്നത്. അപ്പം ശുക്രൻ്റെ ദോഷവും വ്യാഴത്തിൻ്റെ ദോഷവും വരുന്നതുകൊണ്ട് ഈ കന്നിക്കൂറിൽ വരുന്ന ഉത്രമത്തം ചിത്തിര നക്ഷത്രക്കാർക്ക് കുറേയേറെ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. എപ്പോഴും നമ്മുടെ വരുമാനം ഉദ്ദേശിക്കുന്ന രീതിയിൽ വരികയില്ല എന്നുള്ളതാണ് അത്തം നക്ഷത്രക്കാർക്കും ഈ സമയത്തുണ്ടാകുന്ന പ്രധാന പ്രയാസം. ബുദ്ധിപൂർവമായ പ്രവർത്തനങ്ങളിലൂടെ കുറച്ച് ധനമൊക്കെ സമ്പാദിക്കാൻ സാധിക്കും. പഠനം, ഗവേഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാലും അത് പെട്ടെന്ന് വിജയിക്കണമെന്നില്ല. അതിലൊരല്പം നിരാശ ഉണ്ടായേക്കാം. പിന്നെ നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് കുറേ ഊർജ്ജം ചെലവഴിക്കുന്നതിലൂടെ ക്ഷീണം അനുഭവപ്പെടാം. ഉദ്യോഗസ്ഥർക്ക് സ്വസ്ഥത കുറയാം. പിന്നെ ചൊവ്വ ജന്മരാശിയിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഒരു മുൻകോപവും എടുത്തിയാട്ടവും ദേഷ്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും ഉചിതം. ആരോഗ്യ പരിപാലനത്തിലും നല്ല ശ്രദ്ധ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. വരവും ചെലവും ഒരുവിധം ഒപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതുമാണ്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ചിത്തിരയുടെ ആദ്യ പകുതിയാണ് ഈ കന്നിക്കൂറിൽ വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ തൊഴിൽ രംഗത്ത് പല വെല്ലുവിളികളും അനുഭവപ്പെട്ടേക്കാം. തിടുക്കം ഉൾക്കൊണ്ട് അഥവാ പെട്ടെന്ന് തിടുക്കപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങളിൽ പലപ്പോഴും പാളിച്ചകൾ സംഭവിച്ചേക്കാം. പുതിയ സംരംഭങ്ങൾക്ക് ഇറങ്ങാനായിട്ട് അത്ര അനുയോജ്യമല്ല. നല്ല പോലെ പരിചയമുള്ള ഫീൽഡിലാണെങ്കിൽ മാത്രമേ ഈ സമയത്ത് ഇറങ്ങാവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ധനം കൃത്യമായിട്ട് കണക്കെഴുതി വെച്ച് ചിലവഴിച്ചില്ലെങ്കിൽ പിന്നെ അതിനുവേണ്ടി ദുഃഖിക്കേണ്ടതായിട്ട് വരും. ആ പണം ഇതിലേ പോയെന്ന് പോലും അറിയാൻ സാധിക്കില്ല. ഭൂമി സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാകാം. അതിനു വേണ്ടിയിട്ട് കേസോ ഉണ്ടാകുന്നതിലൂടെ ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് പോകാനായിട്ട് സാധ്യതയുണ്ട്. ബന്ധങ്ങൾ പലതും പുനർനിർമ്മിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ പണ്ട് വേർപെട്ടു പോയ ബന്ധുക്കളൊക്കെ കണ്ടെത്താനൊക്കെ സാധിക്കുന്ന കാലമാണ്. സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ വളരെ അഗ്രസീവായിരിക്കും. കുടുംബകാര്യങ്ങളിൽ ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അത് ബന്ധുക്കളുമായിട്ട് പലവിധ തർക്കങ്ങൾക്കും ഇടയാക്കും. എന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങളുമായിട്ട് അതൊന്ന് ഒഴിവാക്കേണ്ടതാണ്. അപ്പം ഈ ഉത്രമത്തം ചിത്തിര നക്ഷത്രക്കാർ കുടുംബദേവതയ്ക്ക് വഴിപാട് നടത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ അബദ്ധങ്ങളൊക്കെ സംഭവിക്കാം. ദേവിക്ക് പട്ട് സമർപ്പിക്കണം. പിന്നെ ജന്മഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് തന്നെ ദേവീക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. സുബ്രഹ്മണ്യ സ്വാമിക്കും വഴിപാടുകൾ ചെയ്യുക. കർമ്മഭാവത്തിലെ വ്യാഴത്തിൻ്റെ ദോഷം മാറ്റാൻ വിഷ്ണു ഭഗവാന് പാൽപ്പായസം നൽകുന്നത് നല്ലതാണ്. പിന്നെ മഹാലക്ഷ്മിക്ക് വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്താൽ ഈ ധനഭാവത്തിലുണ്ടാകുന്ന ബ്ലോക്ക് ഒന്ന് മാറിക്കിട്ടാനായിട്ട് വളരെ ഗുണകരമാണ്. അടുത്തത് മൂലം നക്ഷത്രത്തിൻ്റെ ഫലമാണ്. മൂലം നക്ഷത്രം അവർക്ക് 4ലാണ് ശനി വക്രത്തിലാണ് എങ്കിൽ പോലും അവർക്ക് പൂർണ്ണമായിട്ടും ഗുണകരമല്ല. ശുക്രനാണെങ്കിൽ അവരുടെ 7ലാണ് സഞ്ചരിക്കുന്നത്. ശുക്രന് ദാമ്പത്യകാരകനൊക്കെ ആണെങ്കിലും 7ൽ ശുക്രൻ സഞ്ചരിക്കുമ്പം ദാമ്പത്യത്തിന് അത്ര ഗുണകരമല്ല.
വ്യാഴം 7-ൽ സഞ്ചരിക്കുന്നതും നല്ല ഭാര്യയൊക്കെ ലഭിക്കും എന്ന് ഫലമുണ്ടെങ്കിലും 7-ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്ത് പല ദാമ്പത്യ കലഹങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ 2 ശുഭഗ്രഹങ്ങളാണെങ്കിലും ശുക്രനും 7-ാം ഭാവം അത്ര അനുയോജ്യമല്ല. വ്യാഴത്തിനും ദാമ്പത്യം മാത്രം എടുത്താൽ 7-ാം ഭാവം അത്ര അനുയോജ്യം അല്ല. മറ്റു പല കാര്യങ്ങളിലും വ്യാഴം 7-ൽ സഞ്ചരിക്കുന്നത് ഗുണകരമാണ്. 7-ലെ വ്യാഴം വളരെ അനുകൂലമായ ഫലങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷേ കുടുംബകാര്യങ്ങളിൽ പലപ്പോഴും മറിച്ചാണ് കണ്ടുവരുന്നത്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം സഹപ്രവർത്തകരിൽ നിന്നുള്ള നിസ്സഹകരണം ഉണ്ടാകുന്നത് മനപ്രയാസം സൃഷ്ടിക്കും. നമുക്ക് അനുകൂലമല്ലാത്ത സമയത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുഭവപ്പെട്ടേക്കാം. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായേക്കാം. പഴയ കടബാധ്യതകൾ ആരെങ്കിലും ഉയർത്തിക്കൊണ്ട് വരുന്നത് കൊണ്ടുള്ള മനപ്രയാസം സൃഷ്ടിച്ചേക്കാം. ഭാഗ്യാനുഭവങ്ങൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഈ ശുക്രൻ്റെ മാറ്റത്തോടു കൂടിയും സൂര്യൻ്റെ മാറ്റത്തോടു കൂടിയും കുറച്ച് ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. സ്ഥാനലബ്ധി ഈ പറഞ്ഞ പോലെ തന്നെ സ്ഥാനലബ്ധി നമുക്ക് ആരെങ്കിലുമൊക്കെ നിർദ്ദേശിക്കുമെങ്കിലും നമ്മളെ അങ്ങോട്ടൊക്കെ നോമിനേറ്റ് ചെയ്യുമെങ്കിലും വേറെ ആരെങ്കിലും ഉടനെ എതിർക്കുന്നത് കൊണ്ട് ആ സ്ഥാനം കിട്ടാതെ പോയേക്കാം. കുടുംബത്തിലെ ആവശ്യങ്ങൾ സാമാന്യമായിട്ട് നിറവേറ്റി മുന്നോട്ട് പോകാൻ കഴിയും. ധനപരമായിട്ട് സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയും ഉണ്ട്. പൂരാടം നക്ഷത്രക്കാർ, അതും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. നല്ല പുരോഗതി കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നിടത്ത് അത്ര തന്നെ പുരോഗതി കിട്ടാത്തത് വിഷമകരമായിട്ട് തോന്നും. എങ്കിലും 7-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ നടന്നു കിട്ടും. ദാമ്പത്യത്തിന് ഗുണകരമല്ല എന്നുള്ളതേ ഉള്ളൂ. മേലധികാരികൾ സമ്മർദ്ദം കൂടുതൽ ചെലുത്തുന്നതാണ്. പലപ്പോഴും നമ്മൾ സ്വന്തം കാര്യം മാറ്റി വെച്ചിട്ട് ഈ ജോലിക്കാര്യത്തിന് പുറകെ പോകേണ്ടി വരുന്നതുകൊണ്ട് മനസ്സിന് സ്വസ്ഥത കുറയാനും സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം. കടബാധ്യതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ ലാഭം കുറയുന്നത് അസ്വസ്ഥതപ്പെടുത്തിയേക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും ശ്രദ്ധക്കുറവ് കൊണ്ടാണ് നഷ്ടം സംഭവിക്കാൻ ഈ സമയത്ത് സാധ്യതയുള്ളത്. ശുക്രനും വ്യാഴവും 7-ലാണെങ്കിലും ശ്രദ്ധക്കുറവ്, നമുക്ക് ശ്രദ്ധയില്ലെങ്കിൽ, ധനപരമായ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ നഷ്ടം സംഭവിച്ചേക്കാം. വീടിൻ്റെ അറ്റകുറ്റപ്പണിയൊക്കെ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. ചെലവ് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. തൊഴിൽ തേടുന്നവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. ഉത്രാടത്തിൻ്റെ ആദ്യ പാദമാണ് ധനുക്കൂറിൽ വരുന്നത്. ബാക്കി 3 പാദങ്ങൾ മകരക്കൂറിലുമാണ് വരുന്നത്. അതോടെ ചേർത്ത് നമുക്ക് ഫലം നോക്കുമ്പോൾ ഉത്രാട നക്ഷത്രക്കാർക്ക് പലതും പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നില്ല എന്നുള്ളൊരു പ്രയാസം അനുഭവപ്പെട്ടേക്കാം. പിന്നെ സ്വാതന്ത്ര്യം ഒന്ന് കുറയുന്ന ഒരു കാലഘട്ടമാണ്. സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ അനുഭവപ്പെട്ടേക്കാം. കീഴ് ജീവനക്കാരിൽ നിന്നൊക്കെയുള്ള മോശമായ പെരുമാറ്റം വളരെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കാം. കരാറുകൾ പുതുക്കി കിട്ടാനായിട്ട് കാലതാമസം ഉണ്ടായേക്കാം. ജോലിയിൽ നിന്ന് വിരമിച്ചവർക്ക് ആനുകൂല്യം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാം. സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധത്തിൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാം, പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. പിന്നെ കുടുംബകാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാം. ധനപരമായ ക്ലേശങ്ങൾ കുറച്ചൊക്കെ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്കും ശാസ്താവിനും വഴിപാട് നൽകണം. ശനിക്ക് എള്ളുതിരി തെളിയിക്കുക, ശാസ്താവിന് നീരാജനം സമർപ്പിക്കുക, നല്ലതാണ്. ഇതോടൊപ്പം ശിവന് ധാര നൽകിയാൽ മനസ്സിന് നല്ല ആശ്വാസം ലഭിക്കും. ശിവപാർവതി ക്ഷേത്രത്തിൽ ശിവനും പാർവതിക്കും അർച്ചന ചെയ്യുകയാണെങ്കിൽ വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ രാശിനാഥനായ വ്യാഴത്തിന് അർച്ചന ചെയ്യുക, വിഷ്ണു ഭഗവാന് നെയ്വിളക്ക് തെളിയിക്കുക. ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഈ ധനപരമായ ബ്ലോക്കൊന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ മനപ്രയാസം ഉണ്ടാക്കുന്ന ചില സന്ദർഭങ്ങളും ഒന്ന് മാറിക്കിട്ടുന്നതാണ്. ഇനി നമുക്ക് തിരുവോണം നക്ഷത്രത്തിൻ്റെ ഫലം നോക്കാം. മകരക്കൂറിലാണ് തിരുവോണം നക്ഷത്രം. അവർക്ക് ശുക്രൻ 6-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. എങ്കിൽ പോലും അത്ര ഗുണകരമല്ല. ശുക്രൻ 6, 7, 10 ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പം ദോഷകരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ 6-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്ന കാലം ഗുണകരമല്ല. 6-ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലവും ഗുണകരമല്ല. അപ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങൾ, തടസ്സങ്ങൾ ഒക്കെ അനുഭവപ്പെട്ടേക്കാം. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഒരുപാട് തടസ്സപ്പെട്ടായിരിക്കും കിട്ടുന്നത്. പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒന്നിലേറെ തവണ ശ്രമിക്കേണ്ടി വന്നേക്കാം.
സ്വന്തം കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുന്നതിൻ്റെ അസ്വസ്ഥത അനുഭവപ്പെട്ടേക്കാം. സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാകാം. നേട്ടങ്ങളുണ്ടാകുമെങ്കിലും നമുക്ക് ഈ മനപ്രയാസം ഉള്ളതുകൊണ്ട് അത് ആസ്വദിക്കാൻ കഴിയാതെയും വന്നേക്കാം. മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. മക്കളുടെ കാര്യങ്ങൾ ഗുണകരമായിട്ട് നടക്കും. പക്ഷേ നമുക്ക് ആ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രയാസം താൽക്കാലികമാണെങ്കിൽ പോലും മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്ക് കുറച്ച് ഗുണകരമാണ്. അതുമാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ആശ്വാസം പറയാനുള്ളത്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും സാധ്യത ഉണ്ട്. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രം 2 കൂറിലായിട്ടാണ് വരുന്നത്. അതിൽ മകരക്കൂറുകാർക്ക് ഈ പറഞ്ഞ പോലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം. 6-ൽ വ്യാഴവും 6-ൽ ശുക്രനും. അപ്പോൾ അതിൻ്റെ പ്രയാസങ്ങളുണ്ടാകാം. അധികാരികളുടെ നിലപാടുകൾ നമ്മളെ പ്രയാസപ്പെടുത്തിയേക്കാം. മക്കളുടെ നിർബന്ധശീലങ്ങൾ നമുക്ക് അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റാത്തതിലുള്ള തർക്കങ്ങൾ ഉണ്ടാകാം. പിന്നെ കുറേ യാത്രകൾ ചെയ്യേണ്ടി വരും. ദേഹാധ്വാനം വർദ്ധിക്കും. അതിൻ്റെയൊക്കെ പ്രയാസം ഉണ്ടാകും. വിശ്വസ്തരായ പലരും നമ്മൾ ആവശ്യപ്പെടുന്ന രീതിയിലൊന്നും ചെയ്യാത്തത് നമുക്ക് മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കും. കടബാധ്യതകൾ ഭാഗികമായിട്ട് പരിഹരിക്കാനേ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ ചില ശീലങ്ങൾ മാറ്റേണ്ടി വരും. അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ അല്ലെങ്കിൽ വീട്ടുകാരുടെ നിർബന്ധം മൂലമോ ചില ശീലങ്ങളൊക്കെ മാറ്റേണ്ട കാലവും ആണ്. അപ്പോൾ ഈ നക്ഷത്രക്കാർ തിരുവോണം, ഉത്രാടത്തിൻ്റെ 3/4 ഭാഗം, തിരുവോണം അവിട്ട നക്ഷത്രക്കാർ, മകരക്കൂറി വരുന്ന നക്ഷത്രക്കാർ ശനിദേവൻ എള്ളുതിരി തെളിയിക്കുകയും ശാസ്താവിന് അർച്ചന നടത്തുകയും ചെയ്യണം. ശാസ്താവിന് നെയ്വിളക്ക് തെളിക്കുന്നതും നല്ലതാണ്. 6-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ദോഷം മാറ്റാൻ വേണ്ടി വിഷ്ണു ഭഗവാന് തുളസിമാല സമർപ്പിക്കണം. 7-ൽ സൂര്യസ്ഥിതി വരുന്നത് കൊണ്ട് ചില തെറ്റിദ്ധാരണകൾ ആളുകളുമായിട്ട് ഉണ്ടാക്കിയേക്കാം. ശിവന് കൂവളമാല സമർപ്പിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ആദിത്യനെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. ചതയ നക്ഷത്രത്തിൻ്റെ ഫലം നമുക്ക് നോക്കാം. കുംഭം രാശിയിലാണ് ചതയ നക്ഷത്രം വരുന്നത്. തൊഴിൽപരമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല. പിന്നെ 5-ലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. വ്യാഴവും 5-ലാണ്. പിന്നെ വ്യാപാരികളെ സംബന്ധിച്ച് ഉപഭോക്താക്കൾ മുഖേന കൂടുതൽ ബിസിനസ്സൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ അധ്വാനം വർദ്ധിക്കും. പിന്നെ നമ്മൾ കൂടുതൽ അധ്വാനിച്ചാലും അതിന് തക്ക ഫലം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രയാസം തോന്നിയേക്കാം. സാഹിത്യകാരന്മാർക്കൊക്കെ എഴുതാനും ഒക്കെ സാധിക്കും. പക്ഷേ അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പലരുടെയും പുറകെ സമീപിക്കേണ്ട സ്ഥിതി വരും. വേണ്ടപ്പെട്ടവരുടെ പലരുടെയും വിരോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുമെങ്കിലും പൂർണ്ണമായിട്ടും അത് വിജയിക്കുകയില്ല. ചൊവ്വ 8-ലാണ് സഞ്ചരിക്കുന്നത്. ഭൂമി വ്യാപാരം തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. പുതിയ തലമുറയുമായിട്ട് നേരിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. മക്കൾക്ക് ജോലി ലഭിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോഴും ഈ മനസ്സിനൊരു പ്രയാസം ഉണ്ടാകാം. നമ്മൾ പറയുന്ന രീതിക്കല്ല മക്കൾ മുന്നോട്ട് പോകുന്നതെന്നുള്ളൊരു പ്രയാസം അനുഭവപ്പെട്ടേക്കാം. ജീവിതശൈലി രോഗങ്ങൾ ബാധിക്കാൻ ഇടയുണ്ട്. അതിനെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. പൂരുട്ടാതി നക്ഷത്രമാണ് അടുത്തത്. പൂരുട്ടാതി 3/4 ഭാഗം കുംഭക്കൂറിലാണ് വരുന്നത്. ആദ്യ 3/4 ഭാഗം അവർക്ക് പ്രവർത്തനത്തിലൊക്കെ ഉത്സാഹം ലഭിക്കുന്നതാണ്. പക്ഷേ പ്രവർത്തിക്കുന്നതിന് തക്ക ഒരു പ്രതിഫലം കിട്ടുന്നില്ല എന്നുള്ള പ്രയാസവും ഉണ്ടാകും. ശനി ഇപ്പം 2-ലാണ് വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങൾ ഉണ്ടാകും. 7-ര ശനിയുടെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ ശനി പുറകോട്ട് സഞ്ചരിക്കുന്ന എഫക്റ്റ് വരുമ്പോൾ ജന്മത്തിലേക്ക് ശനി വരുന്ന ഒരു അവസ്ഥയാണ് കുംഭക്കൂറുകാർക്ക് ഉണ്ടാകുന്നത്. പുതിയ ജോലിക്കായിട്ടുള്ള ശ്രമം മുന്നോട്ട് നീണ്ടു പോകുന്നത് പ്രയാസം ഉണ്ടാക്കും. ഗവേഷണ കാര്യങ്ങളിലൊക്കെ തീസിസ് സമർപ്പിക്കാനൊക്കെ പ്രയാസം വരുന്നത് മനസ്സിനൊരു സംഘർഷം ഉണ്ടാക്കുന്നതാണ്. സാമ്പത്തിക പിരിമുറുക്കങ്ങൾ, കുറച്ച് ഞെരുക്കങ്ങൾ ഉണ്ടാക്കും. പൂർവിക സ്വത്തുക്കൾ സംബന്ധിച്ച ചില തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾ പെട്ടെന്ന് ആരംഭിക്കാനായിട്ട് പ്രയാസമായിരിക്കും. ആരംഭിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ സാങ്കേതിക കാര്യങ്ങളും എന്തൊക്കെ ചെയ്യണമെന്നുള്ള പ്രിലിമിനറി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ വലിയ ദോഷങ്ങൾ ഉണ്ടാകും.
കുറച്ച് അലച്ചിലും കർമ്മരംഗത്ത് തടസ്സങ്ങളും ഉന്മേഷക്കുറവുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെട്ടേക്കാം. ദുരിതങ്ങൾ വല്ലതും ഉണ്ടായാൽ, രോഗലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ വൈദ്യസഹായം തേടുന്നതാണ് നല്ലത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില കാര്യങ്ങളിൽ വളരെ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നത് എതിർചേരിയിലെ ആൾക്കാർക്ക് ശത്രുത ഉണ്ടാകാനായിട്ട് കാരണമാകും. പ്രകടമായിട്ട് പുറമേ കാണിച്ചില്ലെങ്കിലും ഉള്ളിലൊരു ശത്രുത സൃഷ്ടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ അവിട്ടം അവസാന പകുതി, ചതയം, പൂരിട്ടാതി നക്ഷത്രക്കാർ ദേവിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും വഴിപാട് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുടുംബദേവത ദേവിയാണെങ്കിൽ കുടുംബദേവതയ്ക്ക് പട്ടും നാണയമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഏഴര ശനി വക്രമൊക്കെ ആയതുകൊണ്ട് ശാസ്താവിന് വഴിപാട് ചെയ്യണം. ശിവന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. രോഗങ്ങളൊക്കെ ഒഴിവായി പോകാനും രോഗം ബാധിച്ചാൽ തന്നെ അത് നന്നായിട്ട് മാറിക്കിട്ടാനൊക്കെ ശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇനി ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. മീനക്കൂറിലാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ ഉൾപ്പെടുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ 4-ലാണ്, വ്യാഴവും 4-ലാണ്. അപ്പോൾ 4-ലെ ശുക്രൻ ഗുണകരമാണെങ്കിലും വ്യാഴം 4-ൽ സഞ്ചരിക്കുന്നത് ഗുണകരമല്ല. ശുഭഗ്രഹങ്ങളാണ് രണ്ടും എങ്കിലും അവ യോഗം ചെയ്ത് 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് വലിയൊരു ഗുണം നമുക്ക് ഈ സമയത്ത് സിദ്ധിക്കുന്നില്ല. അതിനൊരു കാരണം എന്ന് പറയുന്നത് ജന്മശനിയാണ് എന്നുള്ളതാണ്. ജന്മശനിയുമാണ്, 4-ൽ വ്യാഴവുമാണ്. അതുകൊണ്ട് 4-ലേക്ക് ശുക്രൻ ചെല്ലുന്നതിൻ്റേതായ ഗുണഫലങ്ങൾ സിദ്ധിക്കുന്നില്ല. ഈ മേലധികാരികളുടെ പല ആജ്ഞകളും നമുക്ക് അനുസരിക്കാൻ തോന്നുകയില്ല. അവർക്ക് ദേഷ്യം വരും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പൊതുപ്രവർത്തകർക്ക് പല കാര്യങ്ങളിലും എതിർപ്പ് നേരിടാൻ സാധ്യതയുണ്ട്. ആത്മീയമായ കാര്യങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങുമെങ്കിലും നമുക്കൊരു അംഗീകാരം കിട്ടാത്തത് മനസ്സിന് പ്രയാസം ഉണ്ടാക്കും. മക്കളുടെ വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനം കുറച്ചുകൂടെ മാറ്റിവെക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ കുടുംബസമേതമുള്ള യാത്രകൾ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. പിന്നെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഈ സമയത്ത് സാധിക്കും. സുഹൃത്ത് ബന്ധങ്ങളും പലതും കിട്ടിയേക്കാം. പ്രണയ കാര്യങ്ങളിൽ ബന്ധുക്കളിൽ നിന്ന് എതിർപ്പുണ്ടാകാനും ഉത്രട്ടാതിക്കാർക്ക് സാധ്യതയുണ്ട്. ഇനി രേവതി നക്ഷത്രം കൂടെ നോക്കാം. രേവതി നക്ഷത്രവും മീനക്കൂറിലാണ് വരുന്നത്. ജന്മശനിയാണ്, ശനി വക്രത്തിലാണ്. ശനി വക്രത്തിലായതുകൊണ്ട് ജന്മശനിയിൽ നിന്ന് ഒരല്പം ആശ്വാസമൊക്കെ കിട്ടി നിൽക്കുന്ന കാലമാണെങ്കിലും 4-ൽ വ്യാഴവും ശുക്രനും നിൽക്കുന്നത് അത്ര ഗുണകരമല്ല. 4-ലെ ശുക്രൻ സാമാന്യം ഗുണം നൽകുമെങ്കിലും 4-ലെ വ്യാഴം അത്ര ഗുണകരമല്ല. പ്രധാനമായിട്ടും ബിസിനസ്സിൽ മന്ദഗതിയിലുള്ള വളർച്ച നമുക്കൊരു പ്രയാസം ഉണ്ടാക്കും. മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും പല കാര്യങ്ങളിലും. മുതൽ മുടക്കുന്നതിലൊക്കെ നല്ല ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. 7-ലാണ് ചൊവ്വ എന്നുള്ളത് ദാമ്പത്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. പ്രണയിക്കുന്നവർ തമ്മിൽ ആശയവിനിമയത്തിലുള്ള അപാകത കൊണ്ട് തർക്കങ്ങൾ ഉടലെടുത്തേക്കാം. പിന്നെ ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്ന് ഗുണകരമായ അനുഭവങ്ങളല്ല, എപ്പോഴും ഒരു സമ്മർദ്ദത്തിലേക്കാക്കുന്ന ഒരു രീതി അവർക്ക് നേരിടേണ്ടി വരും. വീട് നിർമ്മാണം അല്പം ഒന്ന് മാറ്റിവെക്കേണ്ടി വരും. ധനപരമായിട്ട് ലാഭം കുറയുന്നതാണ്. പിന്നെ ജോലിയിൽ സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് സ്ഥലം മാറ്റം കിട്ടുന്നതുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോകേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് ഒരല്പം അലസത ബാധിക്കാനും സാധ്യത ഉണ്ട്. അപ്പോൾ അവർ മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ ദേവിക്കും സുബ്രഹ്മണ്യനുമാണ് പ്രധാനമായിട്ടും വഴിപാട് ചെയ്യേണ്ടത്. ശനി ഭഗവാന് വഴിപാട് ചെയ്യണം. നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്ക് നീലപ്പട്ട് സമർപ്പിച്ച് എള്ളുതിരിയും തെളിയിക്കുന്നത് ഉത്തമമാണ്. കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത് നല്ലതാണ്. എള്ള് ചേർത്ത് ചോറ് കൊടുക്കുക, അല്ലെങ്കിൽ എള്ള് ചേർത്ത് പച്ചരി നനച്ച് കൊടുക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാം. പിന്നെ ശിവന് കൂവളമാല സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുക. പിന്നെ അവർ ചെയ്യേണ്ട മറ്റൊരു കാര്യം ലക്ഷ്മി ദേവിക്ക് വഴിപാട് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വിഷ്ണു ഭഗവാന് തുളസിമാലയെ സമർപ്പിക്കണം. ഈ മീനം രാശി എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാന്റെ വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള രാശിയാണല്ലോ. അപ്പോൾ അവിടെ ശനി സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ശനിദോഷം മാറാനുള്ള വഴിപാടും ചെയ്യണം. വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള വ്യാഴപ്രീതിക്കുള്ള വഴിപാടും ചെയ്യേണ്ടതാണ്. മാത്രമല്ല 4-ലെ ശുക്രൻ്റെ കുറേയെങ്കിലും ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ലക്ഷ്മി ദേവിക്ക് അർച്ചന ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ശുക്രൻ മാറിയാലും അടുത്ത ഒരു മാസത്തേക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരുടെ വിശദാംശങ്ങളാണ് പറഞ്ഞത്.
അപ്പോൾ ഇത് നിങ്ങളുടെ അനുഭവങ്ങളുമായിട്ട് ഒത്തുപോകുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ശുക്രൻ ശുഭഗ്രഹമാണ്, മിക്ക സ്ഥാനങ്ങളിലും അനുകൂലമാണെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനം കൂടെ നോക്കുമ്പോഴും ശുക്രനും വ്യാഴവുമായിട്ടുള്ള കോമ്പിനേഷൻസ് എവിടെ നിൽക്കുന്നു എന്ന് നോക്കുമ്പോഴുമാണ് ഈ അനുഭവങ്ങളിലുള്ള വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതുകൂടെ ചേർത്ത് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാം എന്ന് വെച്ചത്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.